അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. പക്ഷേ സുഹൃത്തുക്കൾ പല രൂപത്തിലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളാണ് നമ്മളോട് കൂടെയുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ യഥാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഇപ്പോൾ സുഹൃത്തുക്കളാകുമ്പോൾ ഒന്നുകിൽ ഒരേ രീതിയിലുള്ള സാമ്പത്തികമായി ഒരേ നിലവാരം പുലർത്തുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ഒരാൾ അല്പം സാമ്പത്തികം ഉള്ള ആളും ഒരാൾ സാമ്പത്തികം കുറഞ്ഞ ആളുമായിരിക്കും. അതിലൊരു വിഭാഗം സാമ്പത്തികം ഉള്ള ഒരു സുഹൃത്തിനോടൊപ്പം സാമ്പത്തികമില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് കുറവുള്ള ഒരു സുഹൃത്തുമായിട്ടുള്ള സൗഹൃദ ബന്ധം എങ്ങനെയായിരിക്കും? അതായത് സാമ്പത്തികമായി ഉള്ള ആളായിരിക്കും എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം കൂടുതൽ ചിലവ് ചെയ്യുക, അല്ലേ? അപ്പോൾ ആ സാമ്പത്തികമുള്ള ആളെ ചൂഷണം ചെയ്തുകൊണ്ട്, ചൂഷണം എന്ന് പറയുമ്പം എപ്പോഴും അവൻ്റെ നിന്ന് പൈസ ചിലവാക്കി അവനോടൊപ്പം ഒട്ടി അവൻ്റെ കാര്യങ്ങളൊക്കെ ചിലവൊക്കെ നടന്ന് ഇങ്ങനെ എവിടെയും കൂടെ പോവുകയും അവൻ വിളിച്ചാൽ കൂടെ ഇങ്ങനെ പോകും, അങ്ങനെ ഒട്ടി പോകുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എന്താണ്? പക്ഷേ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഇവൻ്റെ പൈസ ഇല്ലാതാകുമ്പോഴല്ലോ, പൈസ ഇല്ലാതാകുമ്പോൾ പിന്നെ ഈ സുഹൃത്തുക്കളെ കാണാൻ പറ്റില്ല. പിന്നെ ഈ സുഹൃത്തുക്കൾ പെട്ടെന്ന് വലിയണം, അവരുടെ കൂടെ പിന്നെ കാണാൻ പറ്റില്ല. വേറെ ചില സുഹൃത്തുക്കളുണ്ട്. സാമ്പത്തികമുള്ള ഒരാളാണെങ്കിലും സുഹൃത്താണെങ്കിലും സുഹൃത്ത് ഒരു 2 തവണ അല്ലെങ്കിൽ ഒരു 3 തവണ ചിലവ് ചെയ്യുമ്പോൾ, ഉദാഹരണം ഒരു ചായ മേടിച്ച് കുടിക്കുമ്പം, ചെറിയ സുഹൃത്തുക്കളാകുമ്പോൾ അങ്ങനെയല്ല, ഒരു ചായ കുടിക്കുമ്പം അല്ലെങ്കിൽ ഒരു കടയിൽ കയറി ചായ കുടിക്കുന്ന സമയത്ത് സാമ്പത്തികമായുള്ള സുഹൃത്ത് പൈസ കൊടുക്കും. 2ാമത്തെ പ്രാവശ്യവും പൈസ കൊടുക്കും. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ഈ സാമ്പത്തികം ഇല്ലാത്ത, വലിയ പൈസയൊന്നും ഇല്ലാത്ത സുഹൃത്താണെങ്കിൽ അവൻ്റെ ആത്മാഭിമാനം അവന് സമ്മതിക്കില്ല. അവൻ എന്ത് ചെയ്യും? ഇല്ല, ഞാൻ കൊടുക്കാം, നീ 2-3 പ്രാവശ്യം കൊടുത്തല്ല, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. അതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സാമ്പത്തികമായി ഇല്ലാത്ത സുഹൃത്തിനെ കൃത്യമായി മനസ്സിലാക്കുന്ന സുഹൃത്താണ് മറ്റേതെങ്കിൽ മറ്റേ സുഹൃത്ത് പറയും, അത് കുഴപ്പമില്ലടാ, നീ വെച്ചോ, ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് മറ്റാൾ കൊടുക്കും. ഇതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാർത്ഥതയാണ് ഇവിടെ വേണ്ടത്. നേരത്തെ പറഞ്ഞ ആളെപ്പോലെ ഇങ്ങനെ ഉള്ളപ്പം ഒട്ടി നിൽക്കുക, ഇല്ലാത്തപ്പം മാറി നിൽക്കുക എന്നുള്ളതല്ല. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മറ്റു ചിലർ നോക്കൂ, രണ്ടും ഒരേ സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരാൾ ചായ മേടിച്ചു കൊടുക്കുമ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത ആൾ ചിലവ് ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിയും. ചിലപ്പോൾ 2 തവണ ഒരാൾ കൊടുക്കും, അടുത്ത 2 തവണ മറ്റാൾ കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കലുണ്ട്. ആവശ്യം കാണാൻ വേണ്ടി മാത്രം സൗഹൃദം സ്ഥാപിക്കുന്ന ചില ആളുകൾ എപ്പോഴും ഉണ്ടാവില്ല അവർ കൂടെ. അവരെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴവർ ഭയങ്കര സൗഹൃദം നടിക്കുകയും കൂടെ കൂടുകയും നമ്മൾ വിളിച്ചാലൊക്കെ ഇവിടെ പോകാനും കൂടെ വരാനും എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ ആ ആവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സുഹൃത്തുക്കളെ കാണില്ല. പിന്നെ അടുത്തൊരാവശ്യം വരണം അവനിക്ക്, എന്നാലേ പിന്നെ ആ സുഹൃത്ത് നമ്മളെ തേടി വരുള്ളൂ. അപ്പം അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് സൗഹൃദം ഉള്ളത്. ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം പറയാം, നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള സുഹൃത്ത്, ഈ പറഞ്ഞ രൂപത്തിൽ ഏത് രൂപത്തിലുള്ള സുഹൃത്തുക്കളാണ് നിങ്ങളോടൊപ്പം ഉള്ളത് നോക്കണം. അത് 2 വിഭാഗം ആളുകളെ മാറ്റി നിർത്തണം. ഏതാണ്? ഉള്ളപ്പം കൂടുകയും ഇല്ലാത്തപ്പം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി കണക്കാക്കാൻ പാടില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ, ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളെയും ആത്മാർത്ഥ സുഹൃത്തായി നമ്മൾ കണക്കാക്കാൻ പാടില്ല. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്ത്. അവരെപ്പോഴും കട്ടയ്ക്കുണ്ടാവും. ഇനി നമ്മളില്ലാത്ത ആളാണെങ്കിലും ഉള്ള ഒരു സുഹൃത്ത്, സാമ്പത്തികമായി ഉള്ള ആ സുഹൃത്ത് സാമ്പത്തികമായി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. കാരണം അവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്.
ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളും നല്ല സുഹൃത്തുക്കൾ അല്ലാത്ത സുഹൃത്തുക്കളുമുണ്ട്. അങ്ങനെയുള്ള ഈ സുഹൃത്തുക്കളെ കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര നിരാശ ഉണ്ടാവും. മനസ്സിലായില്ലേ? കാരണം നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും ഒത്തുനിന്നിട്ട് കൂടെ നിന്നിട്ട് നമ്മളെവിടെയെങ്കിലും ഒന്ന് കുടുങ്ങുമ്പം പരാജയപ്പെടുമ്പം ഇട്ടെറിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ സുഹൃത്തായിട്ട് കൂടെ കൂട്ടരുത്. ഏത് പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന, ചങ്കായിട്ട് നിൽക്കുന്ന വളരെ അപൂർവ ആളുകളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സുഹൃത്തായിട്ട് കൂട്ടണം. അത് മാത്രമല്ല, സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. കാരണം നമ്മൾ നല്ല സ്വഭാവമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം സ്ഥാപിച്ചാൽ നമ്മൾ നല്ല സ്വഭാവക്കാരായി മാറും. ഇനി നമ്മൾ മോശം സ്വഭാവമുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ സൗഹൃദം സ്ഥാപിച്ചാൽ നമ്മുടെ സ്വഭാവവും മോശപ്പെട്ടതായി മാറും. അതുകൊണ്ട് എപ്പോഴും സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ പല സ്ഥലത്തും നമ്മൾ പരാജയപ്പെട്ടു പോകും. പല രീതിയിലും നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ചില ആളുകളൊക്കെ സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും സുഹൃത്തുക്കളാണ്, ചിലപ്പോൾ ഉമ്മയും ബാപ്പയൊന്നും വേണ്ട, അങ്ങനെ ചില ആളുകളുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അങ്ങനെയാണ്. ഉമ്മയും ബാപ്പയും കുടുംബക്കാരൊന്നും വേണ്ട, സുഹൃത്തുക്കൾ മതി, കൂട്ടുകാരാണ് അവർ വലിയ എന്താണ്, ഞാനാരോ ആണ് എന്നൊരു തോന്നൽ ഒരു 10 കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ അവരെന്തും ചെയ്യും. ഏത് തോന്നിവാസം കാണിക്കാനും ആ 10 കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ആ കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ എവിടെ പോകാനും എന്ത് ചെയ്യാനും ഒക്കെ അവർ തയ്യാറാണ്. പക്ഷേ അങ്ങനെ പോകുന്നവർ വളരെ കെണിയിലാണ് പെടുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ പിന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സൗഹൃദമൊക്കെ എപ്പോഴും നല്ലതാണ്. സൗഹൃദം ആവശ്യത്തിന് വേണ്ടി മാത്രമേ ആകാൻ പാടുള്ളൂ. അതും സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല സ്വഭാവമുള്ളവരെയും ആത്മാർത്ഥ സ്നേഹമുള്ളവരെയും വിശ്വാസമുള്ളവരെയൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് സൗഹൃദം എന്ന് പറയുന്നത്. എല്ലാവരെയും നമുക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യും. അവരുമായി തെറ്റിക്കഴിയുമ്പോൾ വിളിച്ചു പറയുന്ന ചില സുഹൃത്തുക്കളുണ്ട്. നമ്മളെ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയും ആ സമയത്ത്. അങ്ങനത്തെ സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിട്ട് നമുക്ക് കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ. എപ്പോഴും സുഹൃത്തുക്കളെ നമ്മൾ കൂട്ടുമ്പോൾ നല്ല സുഹൃത്തുക്കളെ കൂട്ടുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.